സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിന്റെ സമവായ സാധ്യത തുറന്ന് ഗവർണർ മന്ത്രിതല കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. VC നിയമന കാര്യത്തിൽ ഏകപക്ഷീയ നിലപാട് തിരുത്തണമെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സർവകലാശാലയിലെ സ്ഥിരം VCമാരുടെ നിയമനത്തിന് സർക്കാരും ഗവർണറും യോജിച്ച് പ്രവർത്തിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ ഗവർണറെ കണ്ടത്. രാവിലെ 10 മണിക്കാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നതെങ്കിലും 8:45 മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും രാജ്ഭവനിലെത്തി. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ സമവായത്തിന്റെ സാധ്യതയാണ് മന്ത്രിമാർ തേടിയത്. സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സമവായത്തിലൂടെ നിയമനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന സർക്കാർ നിലപാടും മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്നും മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. കൂടാതെ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. എന്നാൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ കാര്യത്തിൽ നിയമപരമായാണ് തീരുമാനമെടുത്തതെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ചർച്ചകളെല്ലാം പോസിറ്റീവാണല്ലോ. ആ ചർച്ചകൾ ഇനിയും തുടരും. നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതിന് നിയമപരമായിട്ടും രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ അതിന്റെ ഭാഗമായിട്ട് തുടരും. സ്ഥിരം VC നിയമന കാര്യം ചർച്ച ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോടാണ് ഇന്നലെ രാജ്ഭവനിലെത്താൻ ഗവർണർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ മന്ത്രിമാർ തന്നെ ഗവർണറെ നേരിൽ കാണാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ച. സർവകലാശാലകളിൽ മുതിർന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ഗവർണർ ഇനിയും സംയമനത്തിന്റെ പാതയിൽ എത്താതിരുന്നാൽ സർവകലാശാല പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.